ആപ് കി അദാലത്തിൽ കേരളത്തിന്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം ഇസ്ലാമിന്റെ പാരമ്പര്യം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്നതാണ്. ഇദ്ദേഹം കേരളത്തിലെ ഒരു വലിയ നേതാവാണ്. അദ്ദേഹത്തിന്റെ പേര് അബ്ദുൽ ഹമീദ് ഫൈസി. അദ്ദേഹം പറയുന്നു ഗവർണറുടെ പേര് കേട്ടാൽ അറിയാം അദ്ദേഹം ഒരു മുസ്ലിം ആണെന്ന്. അദ്ദേഹത്തിന്റെ പേരിന്റെ അർത്ഥം അള്ളാഹുവിനെ ഇദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം, അള്ളാഹുവിനെ ഇദ്ദേഹം നന്നായി മനസ്സിലാക്കി വെച്ചിരിക്കുന്നു എന്നതാണ്. പക്ഷെ അദ്ദേഹത്തെ ഒരു മുസ്ലിമായി അംഗീകരിക്കാൻ പാടില്ലെന്ന്. അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള കാര്യം പറയാൻ അധികാരമുണ്ട്. അതുമാത്രല്ല, അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ഞാൻ സർട്ടിഫിക്കറ്റ് ഒന്നും ചോദിച്ചില്ലല്ലോ. അദ്ദേഹത്തിന്റെ അടുത്ത് മാത്രമല്ല, ആരുടെ അടുത്ത് ഞാൻ സർട്ടിഫിക്കറ്റ് ചോദിക്കാറില്ല. പലരും പറയുന്നത് ഇസ്ലാമിൽ ഒരു റൂൾ ഉണ്ടെന്നാണ്, താങ്കൾ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തലയിടാൻ പാടില്ലെന്ന്. പക്ഷേ അവർ പറയുന്നത് ആരിഫ് ഖാൻ മറ്റ് ആരാധനാലയങ്ങളിൽ പോകുന്നുവെന്നും പ്രത്യേകിച്ചും 2022 ഫെബ്രുവരിയെ കുറിച്ചാണ് പറയുന്നത്. എന്തിനാ ഫെബ്രുവരി 22 കുറിച്ച് സംസാരിക്കുന്നത്? 1980 കാൺപൂരിൽ അത്രയും ഫോട്ടോ എടുത്തല്ലോ. പറയുകയാണെങ്കിൽ കാൺപൂരിലെ ഒരു ക്ഷേത്രവും ഞാൻ ഉപേക്ഷിച്ചില്ലല്ലോ. വിളിച്ച സ്ഥലത്തൊക്കെ ഞാൻ പോയിട്ട് വന്നല്ലോ. 2022 എന്തിനാ? കാൺപൂരിലെ ആൾക്കാരോട് ചോദിക്ക്. 1980 ഞാൻ കോൺഗ്രസിന്റെ കാൺപൂരിലെ MP ആയിരുന്നു. 5 വർഷം ഉണ്ടായിരുന്നു. വേണേ പോയി ചോദിക്കോളൂ. പറയുകയാണെങ്കിൽ 2-3 ക്ഷേത്രങ്ങളല്ലാതെ ബാക്കി എല്ലാ ക്ഷേത്രങ്ങളും. പ്രധാനമായും താങ്കൾ ശബരിമലയ്ക്ക് പോയിരിക്കുന്നു. മാത്രമല്ല അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രം ധരിച്ചിരിക്കുന്നു, അവിടെ പോയി പൂജ ചെയ്തിരിക്കുന്നു. അവർ പറയുന്നു ഇസ്ലാമിൽ ഇതെല്ലാം നിഷിദ്ധമാണെന്ന്. നിങ്ങളുടെ അടുത്ത് ഞാനൊരു കാര്യം പറയാം. ഇബ്നെ അറബി നിങ്ങൾ വേണേ ഗൂഗിളും തുറന്നു നോക്ക്. സൂഫിയോല് ആദ്യത്തെ പേരാണ് എല്ലാവരേക്കാളും വലിയ പേര്. അതുമാത്രമല്ല, അവർ എത്ര ഭംഗിയായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അതുമാത്രമല്ല, അവരെ അറബിയിൽ മദ്രസയിൽ അവർക്കെതിരായിട്ട് പാഠം നടത്തുന്നുണ്ട്. അതുമാത്രമല്ല, മദ്രസയ്ക്കെതിരായിട്ട് ഞാൻ ഒരു ആർട്ടിക്കിൾ എഴുതിയിരുന്ന പഠിച്ചു നോക്ക്. ഇബ്നെ അറബി ആ ഉസ്താദാണ് മദ്രസയിലെ ഇബ്നെ അറബിയെ ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ എന്നെ പറ്റി പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ആ ഉസ്താദ് ഇത് മക്കയിലുണ്ടായ സംഭവമാണ്. അതാണ് വലിയ മസ്ജിദ് ഹറം ഷെരീഫ്. ആ സ്ഥലത്ത് ആ ഉസ്താദിൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യത്തിന് മറുപടി അവർ പറഞ്ഞത് ഇബ്നെ അറബിയെ പോലെ വിദ്വാൻ മേധാവി വേറെ ആരും തന്നെ ഇല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നല്ലോ, വിദ്യാർത്ഥികൾ, അവർ ചോദ്യം ചോദിച്ചു. സാർ രാവിലെ വേറൊരു കാര്യം പറഞ്ഞിരുന്നു, അതായത് ഇബ്നെ അറബി കൺഫ്യൂഷനിലായിരുന്നു അത്രേ. പക്ഷെ ഇപ്പൊ ഇവിടെയാണെങ്കിലോ അവരെക്കാളും വലിയ വിദ്വാൻ, അള്ളാവിനെ മനസ്സിലാക്കുന്ന ആള് വേറെ ആരും ഇല്ലാന്നാണല്ലോ പറയണത്. എന്തിനിങ്ങനെയൊക്കെ തരംതിരിച്ച് സംസാരിക്കുന്നത്? അതിന് അദ്ദേഹം പറഞ്ഞു, അവിടെ വന്നിട്ട് പ്രിസ്ക്രൈബ് സിലബസ് ഉണ്ടല്ലോ, അവിടെ എടുത്തു പറയുകയാണെങ്കിൽ സിലബസിനെ എന്താ പറയുക, പാഠത്തിന്റെ നിയമങ്ങൾ, അത് പഠിപ്പിച്ചു കൊടുക്കണം. ഇതെന്റെ മനസ്സിലുണ്ടായിരുന്ന കാര്യമാണ് പറയുന്നത്. ഇബ്നെ അറബി എന്താ പറഞ്ഞെന്നറിയോ? ഇബ്നെ അറബി പറഞ്ഞത് അത് മുഴുവൻ എടുത്ത് നോക്കുകയാണെങ്കിൽ പഠിച്ചാൽ വളരെ നന്നായിരിക്കും. ഞാൻ ആദ്യത്തെ വാക്യവും പിന്നെ അവസാനം ആദ്യത്തെ വാക്യം, ആ ലേഖനത്തിൻ്റെ ആദ്യ വാക്യവും അവസാനത്തെ വാക്യവും, അതുമാത്രമല്ല അതായത് എനിക്ക് പഠിക്കുന്ന കാര്യം ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കുന്നവനാണ്. അതിലാദ്യം തന്നെ എഴുതിയിരുന്നത്, നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ, എന്ത് ഭംഗിയായിട്ട് ഉപദേശം നൽകിയിട്ടുണ്ട്. അടുത്തടുത്ത് നിൽക്കുന്നവർ തമ്മിൽ സമാധാനം വേണം. അതുമാത്രമല്ല, അറിഞ്ഞോ അറിയാതെയോ നീ ഏതടയാളത്തിലാണോ അറിയപ്പെടുന്നത്, നീ അതിനെ പുകഴ്ത്തി സംസാരിക്കാനേ പാടില്ല. നമ്മൾ തന്നെ പറയാറില്ലേ, അത് നമ്മൾ ഒരുമിച്ചിരുന്നാൽ തന്നെ കുട്ടികളെ കുറിച്ചല്ലേ സംസാരിക്കുള്ളൂ. അതൊരു തെറ്റായ വഴിയാണ്. അവർ പറയുന്നു, നീ ഏത് മതത്തിലുള്ളവനായാലും ഏതടയാളം വേണമെങ്കിലും ആയിക്കോട്ടെ, നീ ജനങ്ങൾക്കൊപ്പം ഇരിക്കുമ്പോൾ അപ്പോൾ നീ ഒറ്റയ്ക്കിരുന്ന് പുകഴ്ത്ത്, പക്ഷേ മറ്റുള്ളവരെ നീ പുകഴ്ത്തണം. ആദ്യം ഇതാണ് അദ്ദേഹം പറഞ്ഞത്. അവസാനമായിട്ട് അദ്ദേഹം പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ, ഡു നോട്ട് കൺഫൈൻ യുവർ സെൽഫ് ടു വൺ ബിലീഫ്. നിന്റെ പാരമ്പര്യം ഒരൊറ്ററയ്ക്കുള്ളിൽ സൂക്ഷിച്ച് വയ്ക്കല്ലേ. ബി ഇൻ യുവർ സെൽഫ് the form for all kind of belief, because God is too vast and tremendous to be confined, to be restricted to one belief or another belief. എന്തൊരു അത്ഭുതകരമായ വാക്കുകളാണ്. പൊതുവായ ഒരു വിശ്വാസം എന്താണെന്ന് വെച്ചാൽ, എല്ലാ മുസ്ലിംസും ഒരുപക്ഷെ അമ്പലത്തിൽ പോവുകയാണെങ്കിൽ അവിടെയുള്ള വിശ്വാസങ്ങൾ ഫോളോ ചെയ്താൽ, അവർ പറയുന്നത് പോലുള്ള ഡ്രസ്സ് ധരിച്ചാൽ, നെറ്റിയിൽ ചന്ദനക്കുറിയിട്ടാൽ, ദൈവത്തിന്റെ മുന്നിൽ കുമ്പിട്ടാൽ,
അവൻ ഒരിക്കലും മുസ്ലിം അല്ല. അങ്ങനെയാണോ? എന്താ ആയിരിക്കില്ലേ? ആയിരിക്കില്ല. ഇന്തോനേഷ്യക്കാർ മുസ്ലിംസോ അതോ അല്ലയോ? രാഷ്ട്രപതി ഭവന്റെ പുറത്ത് ഇവിടെ നിങ്ങൾ കണ്ടിട്ടില്ലേ ഗാന്ധിജിയുടെ വലിയൊരു സ്റ്റാച്യു? അതിലും വലിയൊരു സ്റ്റാച്യു ആണ് കൃഷ്ണന്റെ അർജുൻ്റെയും സംഭാവന. അതുമാത്രമല്ല, അവിടെ മുഴുവൻ മുസ്ലിംസാ. ഇന്തോനേഷ്യക്കാരോട് ചോദിച്ചു നോക്ക്, ഇവരൊക്കെ ആരാണ്? കൃഷ്ണനും അർജുൻ്റെ സംവാദം. ഇതൊരു ഹിന്ദു ഹൈക്കോണല്ലേ? അല്ല, നീ മുസ്ലിം അല്ലേ? ഓഫ് കോഴ്സ് വി ആർ മുസ്ലിം. Islam is our religion and this is our culture. ഇസ്ലാമാണ് ഞങ്ങളുടെ എല്ലാമായ അടയാളം. പക്ഷേ ഇത് ഞങ്ങളുടെ കലാചാരമാണ്. മറ്റൊരു കാര്യവും പറയുന്നുണ്ട്, ഞാനൊരു യഥാർത്ഥ മുസ്ലിമാണ്, അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മുന്നിൽ മാത്രമേ തല കുനിക്കുകയുള്ളൂ, മറ്റെങ്ങും തല കുനിക്കുകയില്ലെന്ന്. അല്ല, അങ്ങനെയാണെങ്കിൽ അല്ലാഹ് അല്ലാണ്ട് വേറെ ആരെങ്കിലും ഉണ്ടോ? ഞാൻ ഒരാളെ വിശ്വസിക്കുന്നുള്ളൂ, രണ്ടുപേരെ ഞാൻ വിശ്വസിക്കാറില്ല. ഞാൻ എല്ലാ സ്ഥലത്തും അദ്ദേഹത്തെയാണ് കാണുന്നത്. ഇപ്പം നിങ്ങളുടെ അല്ലാഹ് അല്ലാതെ താണ്ഡവമാടാൻ പറ്റിയ ആൾ ആരുള്ളത്? എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ശിവഭഗവാൻ താണ്ഡവമാടും അല്ലേ? ഇവിടെയാണ് നിങ്ങൾ മറ്റൊരു ദൈവത്തെ കാണുന്നത്. ശിവൻ ഒരാളുണ്ട്. അതായത് എനിക്ക് എല്ലാ സ്ഥലത്തും, ഞാൻ എവിടെ പോയാലും. എന്തിനാ ക്ഷേത്രത്തിൽ മാത്രം പോകുന്നത്? ചർച്ചിനെ പറ്റി പറഞ്ഞിട്ടില്ലേ? പറയുകയാണെങ്കിൽ ഞാൻ ഒരുപാട് ചർച്ചിൽ പോയിട്ട് വന്നിട്ടുണ്ട്. അല്ല, താങ്കൾ അമ്പലത്തിലേക്ക് പോകുന്നതെല്ലാം അവർ പ്രത്യേകം എടുത്ത് ഞാൻ പറയുന്നുണ്ട്. പറയാം, ഇവിടെ ഡൽഹിയിൽ കാൻ മാർക്കറ്റിന്റെ പുറയിൽ ക്രിസ്ത്യൻസിന്റെ ജപാലയം ഒന്നുണ്ട്. അവിടെ പോയി ചോദിച്ചു നോക്ക് ഞാനിവിടെ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ടെന്നുള്ളത്. ഇതാ ഇപ്പോഴും ഞാൻ പോകാൻ പോവാണ്. എനിക്ക് യാതൊരു മാറ്റവുമില്ല. അതെ, ഖുദാവും അദ്ദേഹത്തിന്റെ അനുഗ്രഹവും ഒരാൾക്ക് മാത്രം സ്വന്തമല്ല, അത് എല്ലാവർക്കും സ്വന്തമാണ്. അങ്ങനെയാണെങ്കിൽ ഇത് ഇസ്ലാമിൽ നിഷിദ്ധമല്ലെന്നാണോ താങ്കൾ പറഞ്ഞു വരുന്നത്? അതൊക്കെ അവരവരുടെ ഇഷ്ടങ്ങളാണ്. എല്ലാവർക്കും വേണ്ടി എനിക്ക് ചിന്തിക്കാൻ പറ്റില്ലല്ലോ. ഇത് എൻ്റെ മനസ്സിലുള്ളത്. അവര് എല്ലാ സ്ഥലത്തും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അത് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചേ നോക്കണ്ട. ശരി, ഒരു കോമൺ മാനായിട്ട് താങ്കളോട് ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. ഷാരൂഖ് ഖാന്റെ വീട്ടിൽ നോക്കുകയാണെങ്കിൽ ഗണേശ ചതുർത്ഥിയുടെ അന്ന് അദ്ദേഹം ഗണപതിയുടെ വിഗ്രഹം വെച്ച് പൂജ ചെയ്യുന്നു. അതിന്റെ ആഘോഷങ്ങളിലും അദ്ദേഹം പങ്കെടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം കുറ്റവാളിയാണോ? ഇസ്ലാമിനെതിരായ വ്യക്തിയാണോ? ആർക്ക് ദൈവത്തിനെ എങ്ങനെയൊക്കെ പ്രാർത്ഥിക്കണോ അതുപോലെ തന്നെ പ്രാർത്ഥിക്കാം. മറ്റുള്ളവരെ പറ്റി ജഡ്ജ്മെന്റ് ചെയ്യാൻ എനിക്ക് അവകാശമില്ല. ഏതൊക്കെ ഖുറാനിലുള്ള വാക്യം പോലെ ഞാൻ പറയാം, ഇന്നല്ലാഹു അലാഹുദ്ദീൻ ഷെയ് കദീം. എല്ലാവരും അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിനാണുള്ളത്. ഷാരൂഖ് ഖാൻ ഗണപതി ഭഗവാനെ കടലിൽ വിടാൻ പോയപ്പോൾ അദ്ദേഹം അല്ലാഹുവിനെ വിട്ട് പിരിഞ്ഞുപോയോ? ധാരാളം കണ്ടിരിക്കുന്നു. സാറ അലിഖാൻ കാളിയുടെ അമ്പലത്തിലേക്ക് പോയപ്പോൾ അവരെക്കുറിച്ച് എന്തെല്ലാം അനാവശ്യങ്ങൾ എഴുതിയെന്നറിയാവോ? ഏത് സ്ഥലത്ത് നിങ്ങൾ എന്നെ അനുവദിക്കണം, എനിക്ക് വളരെ വളരെ ഇഷ്ടമാണ്. ഉപനിഷദത്തിൽ ഇന്ന് ഒരു കാര്യം ഞാൻ പറയാം. യു വേ ഭൂമാ തത് സുഖം ന അൽപേ സുഖം അസ്തി. നിങ്ങളുടെ തലച്ചോറ് നല്ല ബ്രോഡായിട്ട് വച്ചേക്കൂ. ബ്രോഡായിട്ട് വച്ചതിന് ശേഷം എല്ലാത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ നോക്കൂ. എല്ലാവരെയും നിങ്ങൾ ഒപ്പം ചേർത്തോളൂ. ഒരുപാട് സന്തോഷം കിട്ടും. അതുമാത്രമല്ല, ചെറിയ ബുദ്ധിയോടെ ജീവിച്ചിരുന്നാൽ, ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കാതെ ചെറിയ ചെലവിൽ ജീവിക്കാൻ തുടങ്ങിയാൽ, നീ ഞാനെന്ന് പറയാൻ ആരംഭിച്ചാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ സമാധാനമേ കിട്ടില്ല. ആർക്ക് ഈ സുഖം പ്രാപ്തമാകും? യോ വൈഭൂ മാതക് സുഖം. എല്ലാവരെയും നമ്മളായിട്ട് തന്നെ കാണണം. ചോദ്യം ചോദിച്ചോളൂ. നമ്മൾ ഏത് മതത്തിലുള്ളവരാണോ ആ മതത്തെ മാത്രം നമ്മൾ വിശ്വസിച്ചാൽ മതി എന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ ഇന്നത്തെ താങ്കളുടെ ഉത്തരം എന്നെ ചിന്തിപ്പിച്ചു. എല്ലാവരും ഒന്നാണ്, എല്ലാവരെയും സ്നേഹിക്കുക, എല്ലാവരോടും ഒപ്പം ജീവിക്കുക. മരങ്ങളാകാം, ചെടികളാകാം, പ്രാണികളാകാം. അതെ, എല്ലാ ചോദ്യങ്ങൾക്കും താങ്കൾ ഒറ്റ ഉത്തരത്തിൽ മറുപടി നൽകി.